സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുവാൻ എല്ലാവർക്കും ഓരോ കാരണങ്ങളുമായിട്ട് വന്നാല് അവനവന്റെ കാരണം തീർന്നു കഴിയുമ്പോൾ പ്രാർത്ഥന അല്ലെങ്കിൽ കുർബാനയുടെ മുമ്പിലിരിക്കുന്ന നിമിഷങ്ങള് ബോറടിക്കുന്ന നിമിഷങ്ങളായി മാറും. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥതയുടെ കരങ്ങൾ ഉയർത്തുവാൻ വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരിക്കുന്ന സമയത്ത് നമുക്ക് സാധിക്കണം. 4 ഉദാഹരണങ്ങള് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന്, മോശ ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇസ്രായേൽ ജനം യുദ്ധത്തിന് പോകുന്ന ഇസ്രായേൽ ജനത്തിന്റെ വിജയം എന്ന് പറയുന്നത് അവൻ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ്. അവന്റെ കരം താഴ്ന്നു പോകുമ്പോൾ അവിടെ യുദ്ധത്തില് ഇസ്രായേൽ ജനം പരാജയപ്പെട്ടു പോവുകയാണ്. അപ്പോൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരുവന്റെ ശക്തി കൊണ്ട് ഒരു ജനത മുഴുവൻ വലിയ വിജയത്തിലേക്ക് നീങ്ങുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരുപക്ഷെ ഇന്ന് ഈ ആലയത്തില് ആത്മാർത്ഥമായിട്ടൊന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുവാൻ അച്ഛൻ പറയുമ്പോൾ കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നതിലൂടെ ഇവിടെ ഇരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമല്ല, ഇന്ന് വരെ ഈ ദിവ്യകാരുണ്യ ഭവനത്തില് ബഹുമാനപ്പെട്ട അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട്, പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് ഫോണിലൂടെ അല്ലെങ്കിൽ സന്ദേശങ്ങളിലൂടെ വ്യക്തികളിലൂടെ കടന്നു വന്നിട്ടുള്ള സകല വ്യക്തികൾക്കും വലിയ ദൈവ ശക്തിയുടെ അനുഭവം അതിലൂടെ സിദ്ധിക്കുവാനിടയുണ്ട്. കരങ്ങൾ ഉയർത്തി നമുക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം അച്ഛൻ ബസ്സിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചങ്ങനാശ്ശേരിയിലെ ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിൽ വലിയൊരു ബാഗുണ്ട്. രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് വലിയൊരു ബാഗുമായിട്ട് ഞാൻ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. അവിടുന്ന് അതുമെടുത്ത് ചങ്ങനാശ്ശേരിയിൽ ബസ്സിൽ ആലപ്പുഴയിൽ നിന്ന് വന്നിറങ്ങുമ്പോൾ പെരുന്നേ ബസ് സ്റ്റാൻഡിൽ തൊട്ടപ്പുറത്ത് ഒരു KSRTC ബസ് കിടപ്പുണ്ട്. ബസ്സിൽ നിറയെ ആളുകളായതുകൊണ്ട് വലിയ ബാഗ് വലിച്ചുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ഏറ്റവും അവസാനം ഇറങ്ങാൻ വേണ്ടിയിട്ട് ബസ്സിലിരിക്കുമ്പോൾ സൈഡിൽ ഞാനൊന്ന് ചുമ്മാ നോക്കി. അപ്പോൾ ബസ്സിന്റെ സൈഡിൽ ഒരു പരസ്യം ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പുറത്ത് കിടക്കുന്ന KSRTC ബസ്സിന്റെ സൈഡിൽ ഒരു പരസ്യം ഒട്ടിച്ചിരിക്കുന്നത്. പരസ്യം എങ്ങനെയാണ്? ഒരു മാറ്റം ഒരുപാട് നേട്ടം, ഒരു മാറ്റം ഒരുപാട് നേട്ടം. BSNL നമ്പർ പോർട്ടബിലിറ്റിയുടെ പരസ്യമാണ്. നമ്പർ മാറ്റി BSNL മറ്റേതെങ്കിലും കമ്പനിയിൽ നിന്ന് മാറി BSNLിലേക്ക് ചേർന്നാൽ ഒരു മാറ്റം ഒരുപാട് നേട്ടം എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മനോഭാവത്തില് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഇത്തരത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് ഒന്ന് മാറിയാൽ നമ്മുടെ ജീവിതത്തില് മാത്രമല്ല, നമ്മളോടൊപ്പം ഇരിക്കുന്നവർക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങൾക്ക് മാത്രമല്ല, ഈ ലോകം മുഴുവനും ഒരുപാട് നേട്ടം കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. ഒരു മാറ്റം ഒരുപാട് നേട്ടം. കരങ്ങൾ ഉയർത്തി എന്ന് പറയാം ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പറയുന്നു ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മുടെ ആരാധനകളും പ്രാർത്ഥനകളും ഒക്കെ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിലേക്ക് ചുരുങ്ങിപ്പോകും. നമ്മുടെ ലോകം അങ്ങ് ഇടുങ്ങിപ്പോകും. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയുടെ മേഖലകൾ കൂടുതൽ വിപുലമാക്കേണ്ടതുണ്ട്. അപ്പൊ മോശയെ പോലെ ഒരു ജനതയ്ക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത് നമ്മൾ കണ്ടുമുട്ടുന്നത് അബ്രാഹത്തെയാണ്. അബ്രാഹം വളരെ തീഷ്ണതയോടുകൂടി ദൈവത്തോട് വാദിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇത്ര കണ്ട് വാദിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. വാദിക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവസന്നിധിയിൽ ഉണ്ട് എന്നുള്ളതാണ് അബ്രാഹത്തിന്റെ ഒരു പ്രത്യേകത. അബ്രാഹം തന്റെ സഹോദരനായ ലോത്തും മറ്റ് വ്യക്തികളും അധിവസിക്കുന്ന ആ സൊദോം ഗൊമോറയെ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ എണ്ണി 1 അല്ലെങ്കിൽ 5, 10 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അക്കമിട്ട് ആളുകളുടെ എണ്ണം പറഞ്ഞ് ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നശിപ്പിക്കാതിരിക്കാമോ എന്ന് ചോദിച്ച് അവന്റെ വാഗ്വാദത്തോടുകൂടിയുള്ള വാദിച്ചുള്ള പ്രാർത്ഥന അവസാനിക്കുക. മധ്യസ്ഥ പ്രാർത്ഥന ഇത്തരത്തില് വാദിച്ചുള്ള പ്രാർത്ഥനയുടെ സമയമാണ്. കരങ്ങൾ ഉയർത്തി പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എല്ലാവരും കരങ്ങൾ ഉയർത്തി പറയുന്നത് ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാൻ കർത്താവിന്റെ സന്നിധിയിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് തീഷ്ണതയോടുകൂടി ഒരു ഗാനം നമ്മൾ ആലപിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കുന്ന സമയം നമ്മൾ അലസതയിൽ ഇരിക്കാൻ പാടില്ല. കാരണം അത് അഭിഷേകത്തിന്റെ മണിക്കൂറാണ്. നമ്മൾ തൊട്ടടുത്ത നിമിഷങ്ങൾ അത് കാണും. കർത്താവിന്റെ തിരുസന്നിധിയിൽ നമുക്ക് കരങ്ങളൊന്ന് കൂപ്പി കണ്ണുകൾ അടഞ്ഞിരിക്കുന്നവർ വീണ്ടും അടയ്ക്കേണ്ട, എഴുന്നേറ്റ് നിന്നാൽ മാത്രം മതി. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പ്, എല്ലാവരും കരങ്ങൾ കൂപ്പ്. വിശുദ്ധ കുർബാനയുടെ മുമ്പ് കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവ്, ഞങ്ങളുടെ തിരുസന്നിധിയിൽ ഞങ്ങളായിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ലഭിക്കേണ്ട കൃപ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് സത്യസന്ധമായിട്ട് നോക്കുവാനുള്ള കൃപയാണ്. ഞങ്ങളായിരിക്കുന്നത് പോലെ നോക്കിക്കാണുവാനും ഞങ്ങളായിരിക്കുന്നത് പോലെ നിന്റെ തിരുസന്നിധി സമർപ്പിക്കുവാനും അങ്ങനെ നിന്നെ അറിയുന്നവർ മാത്രമല്ല നീ അറിയുന്നവരായി തീരുവാനുള്ള കൃപ ഈ ആരാധനയുടെ സമയം ഞങ്ങൾക്ക് നൽകണമേ. രണ്ടാമത്, ഇന്ന് ഈ ആരാധനയുടെ സമയം മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് ഒരു ചുവടുമാറ്റം വയ്ക്കുന്നവരാകുവാൻ, ഒരു മാറ്റത്തിലൂടെ ഒരുപാട് നേട്ടം ഞങ്ങളുടെയും ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവരുടെയും ജീവിതത്തിൽ നേടുന്നവരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് കർത്താവിന്റെ തിരുസന്നിധിയിൽ ഗാനമാലപിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. കരങ്ങളടിക്കാം. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസര ഞങ്ങൾ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസര ഞങ്ങൾ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. ബലഹീനരാകും
ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. വീണാലുടയുന്ന മൺപാത്രങ്ങൾ തകരാതെ കാത്തതും നീയല്ലയോ. വീണാലുടയുന്ന മൺപാത്രങ്ങൾ തകരാതെ കാത്തതും നീയല്ലയോ. നട്ടതും നനച്ചതും ഏറെ പേരെന്നാലും വളർത്തിയതോ നീ കരങ്ങളല്ലോ. നട്ടതും നനച്ചതും ഏറെ പേരെന്നാലും വളർത്തിയതോ നീ കരങ്ങളല്ലോ. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ലോകം എന്നെ ഉയർത്തിയിടുമ്പോൾ എന്നെ അറിയുന്നോരൻ ദൈവമേ. ലോകം എന്നെ ഉയർത്തിയിടുമ്പോൾ എന്നെ അറിയുന്നോരൻ ദൈവമേ. യോഗ്യതയായ എനിക്കൊന്നുമില്ല, എന്റെ സർവ്വതും നിറഞ്ഞതാരമല്ലോ. യോഗ്യതയായ എനിക്കൊന്നുമില്ല, എന്റെ സർവ്വതും നിറഞ്ഞതാരമല്ലോ. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, 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 മഹത്വം മഹത്വം യേശുവിന്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തി, ആത്മാർത്ഥമായി എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ ഉറക്കത്തിന്റെ ക്ഷീണത്തിന്റെ എല്ലാ മേഖലകളും യേശുനാമത്തിൽ എല്ലാ വ്യക്തികളും വിട്ടുമാറി പോകട്ടെ. ഉണർവോടെ കർത്താവിനെ ആരാധിക്കുവാൻ ഈ മണിക്കൂറിൽ, സത്യത്തിന്റെ ഈ മണിക്കൂറിൽ ഞങ്ങൾ ആയിരുന്നു പോലെ ഞങ്ങളെ തിരിച്ചറിയുവാൻ, വിശുദ്ധ കുർബാന ഞങ്ങളെ തന്നെ അവതരിപ്പിക്കുവാൻ, കുർബാനയിലെ ഈശോ ഞങ്ങളെ അറിയുന്ന അവസ്ഥയിലേക്ക് ഞങ്ങൾ ഉയരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ലോകത്തുള്ള സകല വ്യക്തികളിലേക്ക് ഞങ്ങൾ പ്രാർത്ഥനയുടെ ഇതാ മധ്യസ്ഥതയുടെ കരമുയരുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മോശയെ പോലെ അബ്രഹാമിനെ പോലെ കരങ്ങൾ ഉയർത്തി ഞങ്ങൾ ഒന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ആഫ്രിക്കയിൽ നിന്ന് വന്ന അച്ഛനെ കേൾക്കുകയുണ്ടായി. ആഫ്രിക്കയിൽ നിന്ന് വന്ന അച്ഛനെ കേൾക്കുകയുണ്ടായി. അച്ഛന് എന്റെ ബാച്ചുകാരനാണ്. ഞങ്ങൾ ഒരുമിച്ച് സെമിനാരിയിൽ പഠിച്ചതാണ്. അച്ഛൻ മാത്രമല്ല, കൂടെ ഉണ്ടായിരുന്ന സിന്ധു അച്ഛൻ, ഡെഫ് ആൻഡ് ഡംബ് ആയിട്ടുള്ള, കേൾവിയും ശ്രവണവും കാഴ്ചയും ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന സ്ഥാപനത്തിന് രണ്ടുപേരും എൻ്റെ ബാച്ചുകാരാണ്. അവര് ഞങ്ങളുടെ കൂടെയുള്ള ഒരു അച്ഛൻ്റെ ഫാദർ മരിച്ചതുകൊണ്ട് അടക്കിന് വേണ്ടിയിട്ട് നാളെ പോകാൻ വേണ്ടി എത്തിയിരിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ ആഫ്രിക്കയിൽ പോകാൻ പറ്റിയിട്ടില്ല, നമ്മളിവിടെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ചിലപ്പോൾ പോകാൻ പറ്റുമായിരിക്കും. അച്ഛൻ പോകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്തായാലും നിങ്ങളെല്ലാവരും ആഫ്രിക്കയ്ക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരുപാട് ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം എൻ്റെ കൂടെ ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു അച്ഛൻ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പഠിച്ചപ്പോൾ അച്ഛന് ആഫ്രിക്കയിലെ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കും. ഏതാണ്ട് അവരുടെ കോളനി വാഴ്ചകൾ സമയത്ത് അവർ വളരെ വലിയ ഉയർച്ചയിലേക്ക് പോയത്. പക്ഷേ ഈ കോളനി വാഴ്ചയിൽ നിന്നും സ്വാതന്ത്ര്യം ഇവർക്ക് ലഭിച്ചപ്പോൾ, ഇവരുടെ ഗോത്രങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അവർ തമ്മിൽ തല്ലുന്ന ഗോത്രങ്ങളായിട്ട് മാറുകയും അന്ന് കോളനി വാഴ്ചയുടെ സമയത്ത് ഉയർത്തപ്പെട്ട ദേവാലയങ്ങൾ, പള്ളിക്കൂടങ്ങളൊക്കെ അവർ തല്ലി തകർക്കുകയും ചെയ്തു. അതുകൊണ്ട് ഏതാണ്ട് ഒരു 50 വർഷം പുറകിലേക്ക് ഈ സമൂഹം പോവുകയുണ്ടായി. അതുകൊണ്ടാണ് ഇത്രയധികം ശുശ്രൂഷ വേണ്ടി വരുന്നത്. ആഫ്രിക്കയിലെ ജനങ്ങൾ പിന്നോക്കം പോകാനുള്ള കാരണം അവർ തമ്മിലുള്ള ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള വഴക്കുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇന്നും അതൊക്കെ നടമാടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ അച്ഛന് ഒരുപാട് സമയമില്ലാഞ്ഞതുകൊണ്ടാണ്, അച്ഛന് യാത്ര ചെയ്ത് ക്ഷീണമുണ്ട്, പല ദിവസങ്ങളായിട്ടുള്ള യാത്രയിൽ അച്ഛന് ക്ഷീണമുള്ളതുകൊണ്ടാണ് അച്ഛനെല്ലാം പങ്കുവയ്ക്കാഞ്ഞത്. അപ്പോൾ അങ്ങനെ നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയുടെ മേഖല, ഇത്തരത്തിലുള്ള മേഖലകളിലേക്ക് നമുക്ക് ഉയർത്താം. ലോകം മുഴുവനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മുടെ
ദിവ്യകാരുണ്യ മരിയ ഭവനത്തിൽ കഴിഞ്ഞ ദിവസം മധ്യസ്ഥ പ്രാന്തി വന്ന സഹോദരൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്ന ബ്രദർ പ്രാർത്ഥിക്കുന്നത് കേട്ടത് എനിക്ക് വളരെ സന്തോഷം തോന്നി. ലോകരാജ്യങ്ങളിൽ ഓരോന്നിൻ്റെയും പേര് പറഞ്ഞ് ആ രാജ്യങ്ങളിലേക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നത് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്ക് വേണ്ടിയിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, പരീക്ഷയിൽ മോൾ ജയിക്കണം അല്ലെങ്കിൽ മോൻ ജയിക്കണം, എൻട്രൻസ് കിട്ടണം, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രാർത്ഥന അവസാനിക്കും. അല്ലെങ്കിൽ നല്ല കല്യാണം നടക്കണം, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കൊച്ചുണ്ടാകണം, ഉണ്ടാക്കി കഴിഞ്ഞാൽ കൊച്ച് മാമൂസ നന്നായിട്ട് നടക്കണം, മാമൂസ നടന്നു കഴിഞ്ഞാൽ കൊച്ച് നടക്കാൻ തുടങ്ങിയാൽ പിന്നെ സ്കൂളിൽ പോകുമ്പോൾ പഠിക്കാൻ തുടങ്ങണം. അങ്ങനെ ഓരോരോ ആവശ്യങ്ങളായിട്ട് നമ്മൾ മാറുകയാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ മേഖല നമ്മളിലേക്ക് മാത്രം ചുരുങ്ങി പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മുടെ യാമപ്രാർത്ഥനയിൽ ഒരു ഗാനം ഇങ്ങനെയുണ്ട്, അവരന് വേണ്ടി പ്രാർത്ഥിപ്പോൻ അവനവനായി താൻ പ്രാർത്ഥിപ്പൂ എന്ന് പറഞ്ഞുകൊണ്ട് യാമപ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലിയ പ്രാർത്ഥനയിൽ ഒരു നാളിലെ പ്രാർത്ഥനയിൽ അങ്ങനെ ഒരു പാട്ടുണ്ട്. അവരന് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ അവനവന് വേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത്, മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരുപക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ തെറ്റിദ്ധരിക്കുക. പക്ഷേ അതിനുള്ള പ്രതിഫലം കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ തന്നുകൊള്ളും. അപ്പൊ മൂന്നാമത് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്ന മധ്യസ്ഥ പ്രാർത്ഥനയുടെ മാതൃക എന്ന് പറയുന്നത് ജോബാണ്. ജോബ് തന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മക്കൾക്ക് വേണ്ടി എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? മക്കള് വലിയ വിരുന്ന് നടത്തിയിട്ടുണ്ട്. ആ വിരുന്നിനിടയിൽ അവരൊരു പക്ഷേ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. ഒരുപാട് തെറ്റുകള് വിരുന്നിന്റെ മേഖലകളിൽ സംഭവിച്ചേക്കാം. വിരുന്ന് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തില് മറ്റുള്ളവർക്ക് ജീവിതം പങ്കുവെച്ചു കൊടുക്കുന്നതിന്റെ മേഖലകളെയൊക്കെ നമുക്ക് സൂചിപ്പിക്കേണ്ടി വരും. ഇപ്പം ജീവിതത്തിന്റെ വിരുന്ന് മേശകളുണ്ട് നമുക്ക് ചുറ്റും. ആ വിരുന്ന് മേശകളിലൊക്കെ നമ്മളായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലുള്ളവരായിട്ട് വീഴ്ചകൾ വരുത്തുമ്പോൾ അറിയിക്കേണ്ടത്, നമ്മൾ ഈ വചനങ്ങൾ എഴുതി വെച്ചതിൽ ഏറ്റവും പിന്നിലത്തെ വചനം, ചെയ്യാൻ കഴിവുള്ള നന്മ ചെയ്യാതിരിക്കുന്നത് തെറ്റാണ് എന്ന് നമ്മളെ പ്രബോധിപ്പിക്കുന്ന സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലെ ഏറ്റവും പുറകിലുള്ള കാർഡ്ബോർഡിലെ വചനം നമ്മളൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ നമ്മൾ ചെയ്യാതിരിക്കുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിന് പരിഹാരം അർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഒരുപക്ഷെ കുമ്പസാരത്തില് നമ്മൾ പോകുമ്പോൾ, കുമ്പസാരത്തിനൊക്കെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം, നമ്മുടെ കുമ്പസാരം അച്ഛൻ പറഞ്ഞു തരുന്ന 5 നന്മ പറഞ്ഞു പറയും, 5 സ്വർഗസ്ഥനായ പിതാവേയും പിതാവിന് പുത്രനും 5 എണ്ണവും ചൊല്ലിയതുകൊണ്ട് ധൃതസ്തുതിയും ചൊല്ലിയതുകൊണ്ട് തീർന്നു, ഇതോടുകൂടി നമ്മുടെ പാപത്തിന്റെ മേഖലകളെല്ലാം അവസാനിച്ചു എന്ന് നമ്മൾ വിചാരിച്ചേക്കാം. അങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിച്ചേക്കരുത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതൊരു ചെറിയ മാതൃക നൽകുക, അതൊരു ഡോസ് മാത്രമാണ്. ചില സാമ്പിൾ മെഡിസിൻസ് മാത്രം തന്നതേ ഉള്ളൂ. നമ്മൾ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ചില ആന്റിബയോട്ടിക്കുകളൊക്കെ നേഴ്സുമാരെ നമ്മുടെ ശരീരത്തിൽ പരീക്ഷിച്ചു നോക്കും. ഇങ്ങനെ കുത്തിവെച്ചിട്ട് അവിടെ വട്ടമിട്ട് പേന കൊണ്ട് ഏതെങ്കിലുമൊക്കെ എഴുതിയിട്ട് പോകുന്നത് കാണാം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മരുന്നിന് അലർജി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അച്ഛൻ കുമ്പസാരത്തിൽ തരുന്ന ചെറിയ പ്രായശ്ചിത്തം. ഇതുകൊണ്ടൊന്നും നമ്മുടെ പാപത്തിന്റെ മേഖലകൾ, ഒരുപക്ഷെ നമ്മൾ പല പാപത്തിന്റെ മേഖലകളും ഒരുപാട് നാളുകൾ കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് കുമ്പസാരിക്കുകയും 1 വർഷം കഴിഞ്ഞൊക്കെ കുമ്പസാരിക്കുകയും ചെയ്യുന്ന വ്യക്തികളെന്ന നിലയിൽ പല പാപ മേഖലകളും നമ്മൾ ഓർക്കുക പോലും ചെയ്യുന്നിരിക്കില്ല. എല്ലാവരും കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയുടെ മേഖല എന്ന് പറയുന്നത് ഇത്തരത്തിലൊക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ പാപത്തിന്റെ മേഖലകൾ നമ്മൾ അറിയാതെ കിടക്കുന്നതുണ്ട്, നമ്മൾ ഓർക്കാതെ പോയതുണ്ട്. ഒരുപക്ഷെ വൈദികൻ തന്ന തുച്ഛമായ പ്രായശ്ചിത്തം കൊണ്ട് പരിഹാരം അനുഷ്ഠിക്കാൻ പറ്റുന്ന പാപത്തിന്റെ മേഖലകൾ അല്ലെ ആഴമായിരിക്കുകയാണ് നമ്മുടെ പാപങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഇപ്പോഴിവിടെ വെച്ച് തന്നെ പ്രായശ്ചിത്തമൊക്കെ ചെയ്താല് ശുദ്ധീകരണ സ്ഥലത്തിന്റെ നാളുകളുടെ എണ്ണം നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കും. ഇവിടെ ചെയ്യുന്നില്ല എങ്കിൽ എവിടെയെങ്കിലും ചെയ്തിട്ടേ ഇത് പോകുള്ളൂ. ശുദ്ധീകരണ സ്ഥലത്തിൽ നമുക്ക് സ്വന്തമായിട്ട് പ്രായശ്ചിത്തമൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തു കിടക്കുന്ന ഇടമാണ്. അപ്പൊ അതുകൊണ്ട് മരണത്തിന് ശേഷം ആത്മാവിന് പശ്ചാത്തപിക്കുവാൻ സാധിക്കുകയില്ല. നമ്മുടെ ആത്മാവിന് പശ്ചാത്തപിക്കുവാൻ സാധിക്കുന്നത്, നമുക്ക് പശ്ചാത്താപം ഉണ്ടാകുന്നത് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. ഇപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ പശ്ചാത്തപിക്കുകയും പാപത്തിന് പരിഹാരം അനുഷ്ഠിക്കുകയും ഒക്കെ ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ മരണശേഷം നമുക്ക് വലിയ കൃപയുടെ മേഖലകള് പെട്ടെന്ന് തന്നെ തുറന്നു കിട്ടും. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രായശ്ചിത്തമായിട്ട് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന മാറണം. നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട്, മരണപ്പെട്ടു പോയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. മരിച്ചുപോയവർക്ക് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ മരിച്ചവർക്ക് വേണ്ടി കുർബാന ചൊല്ലിക്കുന്നത്, മരിച്ചവർക്ക് വേണ്ടി, മരിച്ച ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനകൾ നടത്തുന്നത്.